കൃത്വാ സുഗ്രീവസഖ്യം കില ധനുജതനും ദൂരമുൽക്ഷിപ്യ പാദേനാസ്ത്രേണൈകേന ലൂത്വാ യുഗപദധജവാൽ സപ്തസാലാൻ വിശാലൻ ഹത്വാ വ്യാജേന വീരം കപിയുഗസമരേ ബാലിനം തത്ര സീതാവിശ്ലേഷാർത്യാനുജേന ക്ഷിതിധരകുഹരേ വർഷവേലാമനീഷീ. സുഗ്രീവ സഖ്യത്തെ ചെയ്ത ശേഷം അസുര ശരീരത്തെ കാലുകൊണ്ട് പെട്ടെന്ന് ദൂരേക്ക് എറിഞ്ഞിട്ട് ഒരസ്ത്രം കൊണ്ട് വളരെ വലിയ സപ്തസാലങ്ങളെയും ഒപ്പം മുറിച്ചിട്ട് വാനരദ്വയത്തിൻ്റെ യുദ്ധത്തിൽ വീരനായ ബാലിയെ വ്യാജം കൊണ്ട് ഹനിച്ച് സീതാ വിയോഗ ദുഃഖത്തോടുകൂടി അങ്ങ് അവിടെ പർവ്വത ഗുഹയിൽ അനുജനോടുകൂടി വർഷകാലം മുഴുവൻ കഴിച്ചുകൂട്ടി. ബാലിയെ വധിച്ച് കിഷ്കിന്ധ സുഗ്രീവന് നൽകാം എന്ന് ഭഗവാനും സീതയെ അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കാം എന്ന് സുഗ്രീവനും പ്രതിജ്ഞ ചെയ്ത് അഗ്നിസാക്ഷിയായി അവർ ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ശ്രീരാമസ്വാമി ദുന്ദുഭി എന്ന അസുരൻ്റെ ശരീരത്തെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് തട്ടി ദൂരെ എറിഞ്ഞു ഒറ്റ ഒരു അമ്പുകൊണ്ട് സപ്തസാലങ്ങളെ മുറിച്ചു. അങ്ങനെ സുഗ്രീവന് വിശ്വാസം ഉണ്ടാക്കിയ ശേഷം ബാലി സുഗ്രീവ യുദ്ധത്തിൽ ഒളിയമ്പെയ്ത് ബാലിയെ കൊന്നു. പിന്നീട് സുഗ്രീവന് രാജ്യം നൽകിയ ശേഷം ഭഗവാൻ സീതാ വിരഹാതുരനായി ലക്ഷ്മണനോടൊപ്പം പ്രവർഷണഗിരിയിൽ ഗുഹയിൽ വർഷകാലം കഴിച്ചുകൂട്ടി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.